Fifth one, show that limit n raised to 1 by n is equal to 1. അപ്പോൾ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ n റേസ് ടു 1 by n. അപ്പോൾ അതിൻ്റെ അകത്തെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 റേസ് ടു 1 by 1, അടുത്തത് 2 റേസ് ടു 1 by 2, അടുത്തത് 3 റേസ് ടു 1 by 3, അടുത്തത് 4 റേസ് ടു 1 by 4. ഇതാണ് ആ സീക്വൻസ് വരുന്നത്. ഞാൻ ജസ്റ്റ് സീക്വൻസ് ഒന്ന് എഴുതി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ലിമിറ്റ് n റേസ് ടു 1 by n ഇസ് ഈക്വൽ ടു n 1 by n ഇസ് ഈക്വൽ ടു 1 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ആ സീക്വൻസിലെ എലമെൻറ്റുകളൊന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നമുക്ക് കാണിക്കേണ്ടത് n റേസ് ടു 1 by എൻ്റെ ലിമിറ്റ് 1 ആണ്. അത് n റേസ് ടു 1 by n മൈനസ് 1 എടുത്താൽ അപ്പോൾ നമുക്ക് കാണിക്കുന്നത് എന്താണ്? n റേസ് ടു 1 by n മൈനസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം c ഇൻറ്റു a n ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ? അപ്പോൾ സം c അല്ലെങ്കിൽ നമ്മൾക്ക് c ഇൻറ്റു a n ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ലെസ് ദാൻ സം എപ്സിലോൺ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. ലെസ് ദാൻ എപ്സിലോൺ ഫോമിലാണ് എങ്കിൽ നമുക്ക് ലിമിറ്റ് ഓഫ് n റേസ് ടു 1 by n 1 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ആ സീക്വൻസിലെ എലമെൻറ്റുകൾ എന്നാണ് ലിസ്റ്റ് ചെയ്തത്. നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇപ്പം നമുക്ക് സീക്വൻസിലെ എലമെൻറ്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 1, ഇത് √2, അത് 1.4 സംതിങ് ആണ്, ഇത് ക്യൂബ് റൂട്ട് ഓഫ് 3. അപ്പോൾ ഇതെല്ലാം 1 point സംതിങ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n റേസ് ടു 1 by എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. n റേസ് ടു 1 by എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് n റേസ് ടു 1 by n ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1നേക്കാളും വലിയൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് 1 പ്ലസ് സം നമ്പർ, അതിന് നമുക്ക് kn എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് n റേസ് ടു 1 by n എന്ന് പറയുന്നത് 1 പ്ലസ് kn എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ഫോർ സം kn ഗ്രേറ്റർ ദാൻ 0. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. n റേസ് ടു 1 by എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമുക്ക് n റേസ് ടു 1 by n ഈക്വൽ ടു 1 പ്ലസ് kn ഫോർ സം kn ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ n റേസ് ടു 1 by n മൈനസ് 1 എന്ന് പറയുന്നത് kn ആയിരിക്കും. നമുക്ക് കാണിക്കേണ്ടത് എന്താ? അത് ലെസ് ദാൻ എപ്സിലോൺ. നമ്മൾ ഇവിടെ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഉള്ള രീതിയിൽ കാണുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി kn ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇനി അതാ, kn ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സിൻസ് n റേസ് ടു 1 by n ഈസ് ഗ്രേറ്റർ ദാൻ 1, n റേസ് ടു 1 by n ഈസ് ഗ്രേറ്റർ ദാൻ 1 ഫോർ n ഗ്രേറ്റർ ദാൻ 1. n 1 വരുമ്പോൾ മാത്രം അത് 1 ആണ്, അല്ലാത്തപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. We can write, since n raised to 1 by n is greater than 1 for n greater than 1, we can write n raised to 1 by n is equal to 1 plus kn. n raised to 1 by n is equal to 1 plus kn for some kn greater than 0. We can write n raised to 1 by n is equal to 1 plus kn for some kn greater than 0. ഇതിനെ ഇക്വേഷൻ 1 എടുക്കാം. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ kn എന്ന് പറയുന്നത് n raised to 1 by n മൈനസ് 1 ലിമിറ്റ് n raised to 1 by n ലിമിറ്റ് 1 എന്ന് കാണിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് n raised to 1 by n മൈനസ് 1 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് kn ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടി നമുക്ക് n എന്ന് പറയുന്നത് n റേസ് ടു 1 by n ഇതായതുകൊണ്ട് n എന്ന് പറയുന്നത് 1 പ്ലസ് kn റേസ് ടു n അല്ലേ? n എന്ന് പറയുന്നത് 1 പ്ലസ് kn റേസ് ടു n, രണ്ട് സൈഡും റേസ് ടു n എടുത്താൽ നമുക്ക് n ഇസ് ഈക്വൽ ടു 1 പ്ലസ് kn റേസ് ടു n എടുക്കാം. ബൈനോമിയൽ തിയറം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? a പ്ലസ് ബി റേസ് ടു n നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് പറയുമ്പോൾ അത് a റേസ് ടു n പ്ലസ് nc1 a റേസ് ടു n മൈനസ് 1 b, അടുത്തത് nc2 a റേസ് ടു n മൈനസ് 2 b സ്ക്വയർ, ഇങ്ങനെ പോവാം. nc1 എന്ന് പറയുന്നത് n ആണ്, nc2 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 ബൈ 2 എന്ന് വരും. അപ്പം നമുക്ക് ബൈനോമിയൽ തിയറം n is equal to 1 plus kn raised to n is equal to 1 plus ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം nc1 എന്ന് പറയുന്നത് n ആണ്, n ഇൻറ്റു
1 കെ എൻ. അപ്പോൾ എൻ കെ എൻ. അപ്പോൾ അടുത്തത് NC2 എന്ന് പറയുമ്പോൾ n ഇൻറ്റു n-1/2 കെ എൻ സ്ക്വയർ പ്ലസ് എക്സെട്ര കുറേ ടേമുകളും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ അപ്പോൾ n എന്ന് പറയുന്നത് ഇതാ. എന്നെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് പറയുവാണെങ്കിൽ n ഇസ് ഈക്വൽ ടു ദിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ n ഇസ് ഈക്വൽ ടു 1 + kn⁻n ഇസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ടേമും മാത്രം കമ്പയർ എടുക്കുവാണെങ്കിൽ ഈ സമ്മിൽ നിന്ന് നമ്മൾ 2 ടേം മാത്രം എടുക്കുവാണെങ്കിൽ ഈ സമ്മായിരിക്കുകയല്ലേ വലുത്. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + n⁻n-1/2 kn² എന്ന് നമുക്ക് പറയാമല്ലോ. നമ്മൾ n ഇസ് ഈക്വൽ ടു ദിസ് എന്ന് നമുക്ക് കിട്ടി. n ഇസ് ഈക്വൽ ടു ദിസ് ആണ്. ഇനി അതിൻ്റെ അകത്തുനിന്ന് ആകെ 2 ടേമാണ്. ഇതൊരു കുറേ ടേമുകളുള്ള ഒരു സമ്മാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ടേമുകളും പോസിറ്റീവായിട്ട് കിടക്കുന്നത്. kനും പോസിറ്റീവാണ്, എന്നും പോസിറ്റീവ് ആയതുകൊണ്ട് ഇതെല്ലാം പോസിറ്റീവായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ആകെ 2 ടേം മാത്രം നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ സമ്മായിരിക്കുകയല്ലേ വലുത്. സോ നമുക്ക് എന്ത് കിട്ടി? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 + n⁻n-1/2 kn² എന്ന് കിട്ടി. ഇനി 1 ഇപ്പുറത്തോട്ട് പോയാൽ n-1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n⁻n-1/2 kn² എന്ന് കിട്ടും. അപ്പോൾ n-1 പോയാൽ 2/n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kn² എന്ന് വരികയല്ലേ. ഇവിടുന്ന് നമ്മൾ 1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ n-1. എന്നിട്ട് ഈ n-1 ഈ n-1 കൂടെ ക്യാൻസൽ ചെയ്താൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 kn² എന്ന് വരും. അല്ലെങ്കിൽ 2/n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kn² ഫോർ n ഗ്രേറ്റർ ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ല എങ്കിൽ നമ്മൾ അതിനെ തിരിച്ചെഴുതുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? kn² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n ഫോർ n ഗ്രേറ്റർ ദാൻ 1. ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചോ. ഇത് ഇക്വേഷൻ 2 എന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ 1 ആയിട്ട് n⁻1/, അല്ലേ, നമ്മൾ n⁻1/n ഈക്വൽ ടു 1 + kn എന്നുള്ളത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. kn² ലെസ് ദാൻ 2/n എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ടും എടുത്തു. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തോ. നമുക്ക് kn² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n ഫോർ n ഗ്രേറ്റർ ദാൻ 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഒരു n എലമെൻറ്റ് ഓഫ് n എക്സിസ്റ്റ് ചെയ്യും. അതായത് എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ n സച്ച് ദാറ്റ് 1/n ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതാണ് നമ്മൾ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ചുള്ളത്. അപ്പോൾ നമ്മളിവിടെ എപ്സിലോണിന് പകരം നമ്മൾ ε²/2 ആണ് ആക്ച്വലി എടുക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു n എപ്സിലോൺ എലമെൻറ്റ് ഓഫ് n കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് 2/n എപ്സിലോൺ ഈസ് ലെസ് ദാൻ ε². നമ്മളിവിടെ എപ്സിലോണിന് പകരം ε² ആണ് എടുക്കുന്നത്. അത് നമുക്ക് കാരണം നമ്മൾ kn² ആയതുകൊണ്ട് നമ്മൾ ε² ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻഇക്വാളിറ്റി എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇക്വേഷൻ 2 വരെ പറഞ്ഞ് നിർത്തി. ഇനി നമ്മൾ അടുത്ത ലൈനിൽ എഴുതുവാണ്. ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ഗിവൺ, it follows from the Archimedean property that there exists a natural number n epsilon such that 2/n epsilon less than ε². അതിനെ ഇക്വേഷൻ 3 എന്ന് എടുക്കുക. അപ്പോൾ ശരിക്കും ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി അനുസരിച്ച് ഓരോ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു n കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് 1/n ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമ്മളിവിടെ ε²/2 ε² പോസിറ്റീവാണ്, ε²/2 പോസിറ്റീവ്. അപ്പം കറസ്പോണ്ടിങ് ടു ε²/2 ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് 1/n എപ്സിലോൺ ഈസ് ലെസ് ദാൻ ε². അതാണ് നമുക്ക് 2/n എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ. അത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഇനി ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി നിങ്ങൾ 1/n പഠിച്ച് ഇവിടെ 2/n അല്ലേ എടുത്ത് ε² അല്ലേ എന്നൊരു സംശയം തോന്നിയെങ്കിലും ഒന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. എപ്സിലോണിന് പകരം നമ്മൾ ε²/2 എടുക്കുമ്പോൾ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഒരു n എപ്സിലോൺ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെ ഇക്വേഷൻ 3 എന്ന് വിളിച്ചു. ഇനി നമ്മൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് 2, n എപ്സിലോൺ എടുക്കുക. നമ്മൾ ഇഫ്
n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സുപ്രീമം ഓഫ് 2n എപ്സിലോൺ. കാരണം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 2 വരുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉള്ളത്. ഇനി 2/n ലെസ് ദാൻ എപ്സിലോൺ വരുന്ന എപ്പോഴാണ്? n എപ്സിലോൺ വരുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇതിലേതാണോ വലുത്, അപ്പോൾ രണ്ട് കണ്ടീഷൻ കൊണ്ട് സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 2/n എപ്സിലോൺ എടുക്കുകയാണെങ്കിൽ ഈ കണ്ടീഷനും നമുക്ക് സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സുപ്രീമം ഓഫ് 2, n എപ്സിലോൺ, then 2/n will be less than epsilon square. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു n എപ്സിലോൺ ആണെങ്കിൽ നമുക്ക് n എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് 2/n എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ. അപ്പോൾ n എപ്സിലോണേക്കാളും വലുതാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 2/n എന്ന് പറയുന്നത് എപ്സിലോൺ സ്ക്വയറിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ 2/n ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടി. ഇനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു 2 ആണ്. അപ്പം kn സ്ക്വയർ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൾ ടു 2/n എന്നുണ്ട്. implies kn square is less than or equal to 2/n is less than epsilon square എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്തത് എന്താണ്? ഈ ഇക്വേഷൻ 4ഉം 2ഉം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുക. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സുപ്രീമം ഓഫ് 2, n എപ്സിലോൺ വരുമ്പം 3ഉം 2ഉം സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം 3 സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് 2/n ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം kn സ്ക്വയർ ലെസ് ദാൻ 2/n വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? kn എന്ന് പറയുന്ന ആക്ച്വലി നമ്മൾ ഇക്വേഷൻ 1 നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1 നമ്മൾ n⁻1/n ഈക്വൽ ടു 1 + kn എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൽ നിന്ന് n⁻1/n - 1 ഇസ് ഈക്വൽ ടു kn എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന് നമുക്ക് kn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n⁻½ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നത് നമ്മൾ സ്ക്വയർ എടുക്കുകയാണ് ചെയ്തത്. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ kn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n⁻½ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. ഇനി kn എന്ന് പറയുന്നത് n⁻1/n - 1 n⁻1/n - 1 ഇസ് ഈക്വൽ ടു kn ഈസ് ലെസ് ദാൻ 2/n⁻1/2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് കിട്ടും. അപ്പോൾ n⁻1/n 1നേക്കാളും വലുതായതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? അപ്പം ഇവിടം വരെ ആയല്ലോ അല്ലേ. 2/n ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടി. therefore from 2 and 4 we get kn square less than or equal to 2/n is less than epsilon square. അതിൽ നിന്ന് നമുക്ക് kn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n⁻1/2 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇനി kn എന്ന് പറയുന്നത് n⁻1/n - 1. ഞാൻ ഇതൊന്നും കൂടെ മുകളിലോട്ട് എഴുതാം. നമുക്ക് കിട്ടിയത് 0 ലെസ് ദാൻ n⁻1/n - 1 ഈക്വൽ ടു kn ഈസ് ലെസ് ദാൻ 2/n⁻½ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് കിട്ടി. ഇതൊരു ആർബിട്രറി എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് n⁻1/n - 1ൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് n⁻1/1 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാമല്ലോ. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നമ്പർ ആയതുകൊണ്ട് നമുക്ക് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം അല്ലേ. അപ്പോൾ നമ്മൾ ആ സുപ്രീമത്തിന് നമ്മൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് 2, n എപ്സിലോൺ എടുത്തപ്പം നമുക്ക് n⁻1/n - 1 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. Since epsilon greater than 0 is arbitrary, it follows that n⁻1/n equal to 1. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായത്. അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. n⁻1/n വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ആദ്യം n⁻1/n 1 + kn എടുത്തു. അതിൽ നിന്ന് n⁻1/n - 1 എന്ന് പറയുന്ന kn എടുക്കാം. അപ്പോൾ n എന്ന് പറയുന്നത് 1 + kn⁻n ആണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് kn സ്ക്വയറിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n കിട്ടി. ഇനി അത് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ വരുന്ന കണ്ടീഷൻ നമ്മൾ ഇത് kn സ്ക്വയർ ആയപ്പം നമുക്ക് ചെയ്യുമ്പം kn സ്ക്വയർ ആണ് അല്ല kn എന്ന് കിട്ടി. kn സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/n കിട്ടി. ഇനി kn ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എപ്സിലോൺ എന്ന് കിട്ടാൻ വേണ്ടി നമുക്കിത് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ വരുന്ന കണ്ടീഷനൊക്കെ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ടുണ്ട്. അപ്പം kn ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് n⁻1/n - 1 ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അതിൽ നിന്ന് ലിമിറ്റ് ഓഫ് n⁻1/n 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്.